വെൽക്കം ടു ശ്രീയസ് ട്രാവൽ ബൈറ്റ്സ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് റെസിപ്പിയുമായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എഗ് റോളിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഒത്തിരി ചേരുവകളൊന്നും തന്നെ വേണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമുക്ക് ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണേ. അപ്പം നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. എഗ് റോൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 എഗ്ഗ് പൊട്ടിച്ച് ബൗളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, പൊടിച്ചു വെച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് എഗ്ഗ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഒരു എഗ് റോളിനുള്ളതാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ നമ്പർ കൂട്ടുകയൊക്കെ ചെയ്യാം. എഗ്ഗ് നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എഗ്ഗ് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റും. ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഉടച്ച് എടുക്കുക. എഗ്ഗ് ഇപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് റോൾ ഉണ്ടാക്കാം. നമ്മളൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടർ അതിൻ്റെ മേളിലൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതെല്ലാ സൈഡിലും ബട്ടർ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് ചുറ്റിച്ച് എല്ലാ സൈഡിലും നമ്മൾ ഒരുപോലെ ആക്കിയെടുക്കുക. ഇത് ചെറുകയൊന്ന് സിമ്മിലാണ് നമ്മളിത് വെച്ചേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും ഒരുപോലെ നമ്മളിത് വിതറി കൊടുക്കുക. ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ക്യാബേജ് ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം. ഇനി നമ്മൾ കുറച്ച് ക്യാരറ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ വിതറി എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ കൂടെ ഇടുന്നത് നമ്മൾ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് നമ്മൾ ഈ കൂടെ ചേർക്കുക. ഇനി നമ്മൾ കുറച്ച് ഉള്ളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാ സൈഡിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മേളിലേക്ക് നമ്മൾ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ഏത് ചീസ് വേണമെങ്കിലും ഇടാം. നമ്മളിപ്പം മോസറല്ലയാണ് ചീസ് ഇട്ടേക്കുന്നത്. ഇത് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് ചപ്പാത്തി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇത് നമ്മൾ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇതൊന്ന് കുക്കാകുന്നിടം വരെ. എന്നിട്ട് നമ്മൾ ഇതിനെ തിരിച്ചിടുക ചെയ്യുന്നത്. ഇപ്പം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു സൈഡ് ആയി കുക്കായി. നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചീസ് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വിതറിയിട്ട് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ റോൾ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഇങ്ങനെ റോൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് പ്ലേറ്റിൽ വെച്ചിട്ട് വേണമെങ്കിൽ റോൾ ചെയ്തെടുക്കാം. നമ്മൾ ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. അങ്ങനെ നമ്മൾ എഗ് റോളിനെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. ഏത് സമയത്തും നമുക്ക്, അതായത് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് റെഡിയാക്കാം. കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയായത്. ഇന്നത്തെ ഞങ്ങളുടെ എഗ് റോൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം.
ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.